സീബ്ര ക്രോസിങ് അതൊരു എനിക്ക് തോന്നുന്നില്ല ആർക്കും അറിയാത്ത ഒരു കാര്യമാണെന്നുള്ളത്. പക്ഷെ ചെയ്യില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമം അറിയാത്തവരല്ല, വളരെ ചുരുക്കമേ ഉള്ളൂ നിയമം അറിയാത്തവർ കേട്ടോ. കുറച്ച് പേരുണ്ട്, വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ നിയമം കൃത്യമായിട്ട് അറിയാത്തതുള്ളൂ. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം സീബ്ര ക്രോസിംഗ് എന്താണ്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും കേരളത്തിലാർക്കും സീബ്ര ക്രോസിംഗ് എന്തിനാണെന്നുള്ള അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. സീബ്ര ക്രോസിംഗ് എന്തായാലും ചോദിച്ചുകൊണ്ട് പറയാം. സീബ്ര ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി പെഡസ്ട്രിയൻസിന് വേണ്ടി മാത്രം അവർക്ക് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് ആണ് സീബ്ര ക്രോസിംഗ്. ഒരു റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു പെഡസ്ട്രിയന് സേഫ് ആയിട്ട് ക്രോസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന, ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് സീബ്ര ക്രോസിംഗ്. ഇപ്പം ഏത് ഡ്രൈവർ എന്ന് പറഞ്ഞാലും എപ്പോഴും വണ്ടിക്കകത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് റോഡിലിറങ്ങി അയാൾക്കും റോഡ് ക്രോസ് ചെയ്യേണ്ടി വരും, അല്ലേ, റോഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം ആസ് എ പെഡസ്ട്രിയൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സീബ്ര ക്രോസിംഗ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കൾച്ചേർഡ് ഡ്രൈവർ ആണെങ്കിൽ അത് നിർത്തി കൊടുക്കണം എന്നുള്ളതാണ്, അവർക്ക് കടന്നു പോകാൻ. ഇവിടെ ഇപ്പം നമ്മളുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടേതല്ല, പല ഇന്ത്യയിലും ഒട്ടു പല ഭാഗത്തിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നമ്മൾ ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് കണ്ടു കഴിഞ്ഞ് ഇപ്പം ഞാനൊരു നല്ല ഡ്രൈവറാണ്, ഞാൻ അവിടെ എത്തി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചല്ല, പെഡസ്ട്രിയനെ ക്രോസ് ചെയ്യിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി നിർത്തി കൊടുത്തു. ഇയാളുടെ അടുത്ത് ഞാൻ പറയാണ് കടന്നു പൊക്കോളൂ എന്ന് പറയാണ്. അപ്പോഴാണ് നമ്മൾ സ്ഥിരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പുറകിൽ കൂടെ ഒരു വണ്ടി വരുന്നു, എൻ്റെ വണ്ടി നിർത്തിയിരിക്കുന്ന കാണുന്നുണ്ട്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണെന്ന് അവർക്ക് മാർക്കിംഗ് കാണുന്നുണ്ട്. പക്ഷേ ഇവർ എന്ത് ചെയ്യും, എന്തിനു നിർത്തിയിരിക്കുന്നു എന്നുള്ള അവർ നോക്കില്ല, അവർ കടക്കും, അവർക്ക് പോകാന്നുള്ളതേ അവർക്കുള്ളൂ. അവിടെ പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണെന്നോ അവിടെ നിർത്തേണ്ട മര്യാദയുണ്ടെന്നോ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഇവർ നിർത്തിയെന്നോ ചിന്തിക്കുന്ന ആൾക്കാർ ഇനി ഇവിടെ പൂർണ്ണമായിട്ടും വന്നിട്ടില്ല, കുറച്ച് പേരുണ്ട്. അവർ ക്രോസ് ചെയ്ത് വരും. അതിൻ്റെ ഫലം എന്താണ്, ഞാൻ മര്യാദയ്ക്ക് ഇവരെ കടത്താൻ പറഞ്ഞ ആ സമയത്ത് ഇവർ കടക്കുന്നുണ്ട്. അതിൻ്റെ എന്നു പറയുന്ന ഒരു വലിയ എന്താ പറയുക ഡിസാസ്ട്രസ് സിറ്റുവേഷൻ ആയിപ്പോവും.